പ്രതിപക്ഷ നേതാവ് രാവിലെ ന്യൂസ് 18 പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം സർവേ ഇതുവരെ പുറത്തുവന്ന സർവേ റിപ്പോർട്ടുകളെ എല്ലാം തള്ളിക്കളയുകയാണ്. CPM-ന് വേണ്ടി ചില ഏജൻസികൾ സർവേ നടത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഒപ്പം വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയും VD സതീശൻ പങ്കുവച്ചു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. പ്രചാരണം അതിന്റെ അവസാന ലാപ്പിൽ മണിക്കൂറുകളാണ് കൊട്ടിക്കലാശത്തിന് അവശേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പമാണ്. ഒരു ലാസ്റ്റ് ലാപ്പിൽ പോകുന്നു. മുഴുവൻ ഒരു കേവുഭാരവും താങ്ങി ഈ ദിവസങ്ങൾ അത്രയും യാത്ര ചെയ്യായിരുന്നു കേരളത്തിലുടനീളം. അവസാന ഒരു പ്രതീക്ഷയിലേക്ക് പറയുക. ഞാൻ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ യാത്ര ചെയ്ത ഒരാളാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അതിശക്തമായൊരു UDF തരംഗം കേരളത്തിലുണ്ട്. UDF-ന് അനുകൂലമായ തരംഗം. അത് സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്. UDF-ന് അനുകൂലമായൊരു തരംഗമുണ്ട്. 100-ലധികം സീറ്റുമായി UDF തിരിച്ചു വരുമെന്നുള്ള എന്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. UDF വരും. എഞ്ചിനീയറിംഗിൽ VD-യോളം പ്രഗത്ഭന ആരുമില്ല എന്നാണ് കോൺഗ്രസിൽ ഉള്ളൊരടക്കം പറഞ്ഞത്. അതായത് ആദ്യ സമയത്ത് ഒരു 100-ലേറെ സീറ്റ് എന്നെല്ലാം പറയുമ്പോൾ ഒടുവിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പല സർവേകളും മറ്റും കാണുമ്പോഴേക്കും ഒരു ഇഞ്ചോടിഞ്ച് മത്സരം അങ്ങനെ ഒരു പ്രതീതിയിലേക്ക് വന്നിട്ട് അത് ഈ കേരളത്തിലെ ചില സർവേകൾ കാശ് മേടിച്ച് ചെയ്തിരിക്കുന്ന സർവേകളാണ്. ആ സർവേക്കൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ആ സർവേ ഷാഫി പറമ്പിൽ തോക്കുമെന്നാണ് പറഞ്ഞത്. പാർലമെന്റിൽ ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. സുധാകരേട്ടൻ തോക്കുമെന്നാണ് പറഞ്ഞത്. 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. മനസ്സിലായില്ലേ? ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകുന്ന പറഞ്ഞത് പാലക്കാട് 85,000 വോട്ട് ജയിച്ച് ശ്രീകണ്ഠൻ പാർലമെന്റിലിരിക്കുക. അപ്പൊ ഈ സർവേ നാഷണൽ സർവേയിലെ 5 സർവേകളിലെ 85-നും 90-നും ഇടയിലാണുള്ള സീറ്റ് UDF-ന്. മാത്രമല്ല 10 മുതൽ 15 സീറ്റ് വരെ വളരെ ടൈറ്റാണ്, പ്രവചിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കണക്കിന്റെ അടുത്ത് വരുമല്ലോ. അത് ഈ കണക്കെന്ന് പറഞ്ഞാൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വെറുതെ അത്തരം ബോധപൂർവമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നത്. CPM പണം കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചേക്കുന്ന സർവേ ഉണ്ടെന്ന് എനിക്കറിയാലോ. പിന്നെ CPM-ന് വേണ്ടി വക്കാലത്ത് പിടിച്ചു നടക്കുന്ന ഒരു ഏജന്റ് ഒരു പ്രധാന ദിനപത്രത്തിന് വേണ്ടി നടത്തിയ സർവേയുടെ പുറകിലുണ്ട്. എനിക്കറിയാം ആരാണ് സർവേ നടത്തിയെന്നും സർവേ മുറിക്കകത്തിരുന്ന് കുത്തിക്കൂട്ടി ഉണ്ടാക്കിയത് ആരാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതൊന്നും ഞങ്ങൾ ഗൌരവമായിട്ട് എടുക്കുന്നില്ല. ഈ സർവേ ഒന്നുമല്ല ജനങ്ങളുടെ മനസ്സ് തീരുമാനിക്കുന്നത്. ഒപ്പത്തിനൊപ്പം ഒന്നാണ്. ഞങ്ങൾക്ക് കഷ്ടിച്ച് വിഷമിച്ചാണ് ഭൂരിപക്ഷം തന്നെ. ഭൂരിപക്ഷം തന്നെ വല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നെ. ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ പ്രതിപക്ഷത്ത് അങ്ങേ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ CPM-ഉം പൊതുവിൽ തന്നെ ഇടതുമുന്നണി മാത്രം. അതിന് ഞാനിപ്പോൾ CPM-നോട് നന്ദി പറയാണ്. കാരണം എന്റെ PR മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത അവരാണ്. കഴിഞ്ഞ 6 മാസമായി എനിക്കെതിരായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ കംപ്ലീറ്റ് എന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറച്ചു നിർത്തി എന്നെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് CPM-ആണ്. ഇപ്പൊ നാഷണൽ മീഡിയ വരെ എല്ലാവരും കേരളത്തിൽ വന്ന് എന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് പോയി. എന്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. ഞാൻ CPM-നോട് നന്ദി പറയാണ്. കാരണം അവരെനിക്കെതിരായി തുടങ്ങിയ നെഗറ്റീവ് ക്യാമ്പയിനാണ് എന്നെ ഈ സ്ഥിതിയിൽ ഇപ്പം എത്തിച്ചത്. ഒരേ സ്വരത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും ഈ RSS-ഉമായുള്ള ഒരു ബാന്ധവം എന്നൊക്കെ പറഞ്ഞു കൂടുതൽ. അതെന്താണ്? ഞാനാണല്ലോ ആദ്യം പറഞ്ഞത് RSS ഡീലിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഡീലിനെ കുറിച്ച്. അത് പ്രതിരോധത്തിലായി കഴിഞ്ഞപ്പോൾ പറഞ്ഞതല്ലേ. ഇവിടെ എന്താണ് BJP നേതാവ് എന്താ പ്രസംഗിച്ചത്? 3ാമത് വരുന്ന BJPയുടെ വോട്ട് 2ാമത് വരുന്ന LDF-ന് മറച്ചു കൊടുത്ത് സതീശനെ തോപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്? അല്ലേ? എന്തു വാശിയോടുകൂടിയാണ് എനിക്കെതിരായിട്ട് ഇവിടെ അവർ പ്രചരണം നടത്തുന്നത്? ഞാനാണ് ഉന്നയിച്ചത് ആരോപണം. ഡീൽ. ആ ഡീലല്ലേ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്? അല്ലേ? CPM എന്തോരം പാടുപെട്ടു അതില്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വെള്ളം കുടിക്കുകയല്ലേ. പിന്നെ 4 വോട്ടിന് വേണ്ടി ഒരു രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പം അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SDP ആയിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ചാൽ മറുപടിയില്ല. PDP പിന്തുണ കൊടുത്തതിനെ ചോദിച്ചാൽ മറുപടിയില്ല. RSS ഡീലിനെ കുറിച്ച് ചോദിച്ചാൽ മറുപടിയില്ല. എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4 വോട്ടിന് വേണ്ടി നേരത്തെ പിണറായി വിജയൻ പറഞ്ഞ കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസന പദ്ധതികൾ അതിനെ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങ് വാദം ഉയർത്തുന്നു. വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചല്ലോ അദ്ദേഹം. എന്നിട്ട് അദ്ദേഹമല്ല മാറിക്കളഞ്ഞ സംവാദത്തിൽ നിന്ന്. ഏത് വികസനമാണ്? വിഴിഞ്ഞം തുറമുഖമാണ് 1ാമത്തെ പറയണത്. അത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നല്ലേ. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞ പിണറായി വിജയന് നാണമുണ്ടോ വിഴിഞ്ഞം തുറമുഖം അഭിമാനിക്കാൻ? 2ാമത് ഗെയിൽ പൈപ്പ് ലൈനാണ് പൂർത്തിയാക്കിയത്. ഞങ്ങൾ പൈപ്പ് ലൈൻ ഇടുമ്പോൾ അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ച ആളിപ്പോൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ കൊച്ചി മെട്രോ പൂർത്തിയാക്കി. ഇവര് 2016 പറഞ്ഞു കാലിക്കറ്റും തിരുവനന്തപുരത്തും ഒരു മെട്രോ കൊണ്ടുവന്നു. 10 കൊല്ലം കൊണ്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെ ഇവർ ഏത് വാഗ്ദാനമാണ് പാലിച്ചത്? ഏത് വികസനമാണ് ഇവർ നടത്തിയത്?
ഇവര് മുഴുവൻ റീലിട്ടുകൊണ്ട് നടന്നു. നാഷണൽ ഹൈവേ കൊണ്ടുവന്നു. അവസാനം നാഷണൽ ഹൈവേ പൊളിഞ്ഞു വീണപ്പോൾ കാ മുതൽ ഘ വരെ അല്ലെ അവസാന അക്ഷരം വരെ മുഴുവൻ എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ് ഓടി ഒളിച്ച ആളുകളല്ലേ. എന്താണ് ഇവർ, എന്ത് വികസനമാണ് അവർ തുടങ്ങി, അവരെ അവസാനിപ്പിച്ച ഒരു വികസനത്തിന്റെ പേര് പറഞ്ഞാൽ ഓക്കെ. ഞങ്ങൾ കൊച്ചി മെട്രോ കൊണ്ടുവന്നു, വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, അതിനുമുമ്പ് കെ കരുണാകരൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവന്നു, ഗോശ്രീ പാലങ്ങൾ കൊണ്ടുവന്നു. എന്തുമാത്രം പദ്ധതികളാണ് UDF കാലത്ത് കേരളം മുഴുവൻ കൊണ്ടുവന്നത്. ഇവരുടെ കാലത്ത് ഈ 10 കൊല്ലം ഭരിച്ചിട്ട് എടുത്തു പറയാവുന്നൊരു പദ്ധതിയുണ്ടോ? പിന്നെ ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വന്നേക്കുക. 1600 രൂപ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ പറ്റിച്ച് വോട്ട് മേടിച്ചിട്ട് 2500 ആക്കാന്ന് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ 400 വോട്ട് കൂട്ടിയത്, 400 രൂപ കൂട്ടിയത്. 250 രൂപ ആക്കാന്ന് പറഞ്ഞു റബ്ബറിന്, ആക്കിയില്ലല്ലോ. റബ്ബർ കർഷകരെ പറ്റിച്ചില്ലേ, കബളിപ്പിച്ചില്ലേ. മത്സ്യത്തൊഴിലാളി പാക്കേജ് നടപ്പാക്കുമെന്ന് പറഞ്ഞു 12,000 കോടി രൂപയുടെ 1 രൂപ ചെലവാക്കിയോ? വയനാട് പാക്കേജ്, കാസർഗോഡ് പാക്കേജ്, 5 പൈസ കയ്യിലില്ലാതെ ഡയലോഗിൽ ഇടുക്കി പാക്കേജ്, ഒരു കാര്യവും ഇവർ ചെയ്തില്ല. ഒരു കാര്യവും. 40 രൂപ മണ്ണെണ്ണയ്ക്കുള്ളപ്പോൾ 25 രൂപ സബ്സിഡി കൊടുത്തു മത്സ്യത്തൊഴിലാളികൾക്ക്. ആര്? ഉമ്മൻചാണ്ടി സർക്കാർ. ഇപ്പൊ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്, അപ്പോഴും 25 രൂപയാണ്, അതുപോലും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. മലയോരത്ത് സങ്കടങ്ങളാണ്, കഷ്ടപ്പാടാണ്. വന്യജീവി ആക്രമണം തടയാൻ എന്ത് നടപടിയെടുത്തു? ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റിനെതിരായി. ഒരു വികസനം ഒരു ചെയ്തിട്ടില്ല. സംവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയില്ല, അങ്ങേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ത്രില്ലടിച്ചു മുഖ്യമന്ത്രിയായിട്ട് സംവാദം നടത്താമെന്ന്. അന്നത്തെ ദിവസം ഉറങ്ങിയില്ല, പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹം കാല് മാറി. പിന്നെ എന്തോരം കാരണം ഒരുപാട് നുണ പറയും അദ്ദേഹം. ജമാഅത്ത് ഇസ്ലാമായിട്ട് ഒരു കാലത്തും ബന്ധമില്ലാന്ന് പറഞ്ഞു. ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പിംഗ് കൊണ്ടുവന്ന് അത് പൊളിച്ചു. RSSുമായിട്ട് ബന്ധമില്ലാന്ന് പറഞ്ഞു. ഒരു ന്യൂസ് എഡിറ്ററായിട്ട് അദ്ദേഹം നടത്തുന്ന ഇന്റർവ്യൂ കൊണ്ടുവന്ന് അത് പൊളിച്ചു. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് തന്നെ പാസാക്കിയ ഐസക്കിന്റെ ധവളപത്രം കൊണ്ടുവന്ന് അത് പൊളിച്ചു. 4000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതുള്ളെന്ന് അദ്ദേഹം നുണ പറഞ്ഞു, യമണ്ടൻ നുണ. അത് അദ്ദേഹത്തിന്റെ മന്ത്രിമാർ തന്നെ മറുപടി കൊണ്ടുവന്ന് 4,44,000 3,000 പണിതുവെന്ന് ഞങ്ങൾ തെളിയിച്ചു. നുണയോട് നുണയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തേക്ക് വരും, ജില്ലയിലേക്ക് വരുമ്പോൾ ജില്ലയിലൊരു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ്. എന്റെ ധാരണ 14 സീറ്റും കിട്ടുമെന്ന ആ സ്ഥിതിയിലേക്ക് വന്നു. ഈ കോൺഗ്രസിനകത്ത് ഈ നേതൃത്വവുമായുള്ള പ്രശ്നം ഇതെല്ലാം ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാം, പ്രത്യേകിച്ച് CPM ഹാൻഡിലുകൾ ഉയർത്തിക്കൊണ്ടുവരാം. അതെല്ലാം അവസാനം പോയല്ലോ. ഇപ്പൊ UDFലൊരു പ്രശ്നമില്ല, കോൺഗ്രസിലൊരു പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ എവിടെയാണ്? പ്രശ്നം മുഴുവൻ CPMലല്ലേ. ഏകാധിപതിയായ പിണറായി വിജയനെ സ്വന്തം തട്ടകത്തിലെ CPM നേതാക്കൾ ചോദ്യം ചെയ്യല്ലേ. രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചുകൊണ്ടുപോയതിന് ചോദ്യം ചെയ്യല്ലേ. ശവന്തിനികളാണെന്ന് അല്ലെ അവർ പറയുന്ന സ്വന്തം പാർട്ടിക്കാരി, സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ ഏത് കാര്യമാണ് ഞങ്ങൾക്കെതിരെ കെട്ടിപ്പോക്കാൻ ശ്രമിച്ചത്? തെരഞ്ഞെടുപ്പിന്റെ തിരശ്ശീല വീഴുമ്പോൾ CPMന്റെ അന്തഛിദ്രമാണ്. ഉന്നതരായ നേതാക്കന്മാരാണ് കർത്തന് പുറകിൽ നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ള ഈ മൂവ്മെന്റ് നയിക്കുന്നത്. പ്രവചനത്തിൽ മാറ്റമില്ല, 100-നോടടുത്ത സീറ്റുകൾ ഉറപ്പായിട്ട് വരും. എന്തായാലും അവസാന ലാപ്പിലും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് VD സതീശൻ പറയുന്നത്. 100-നോടടുത്ത സീറ്റുകൾ നേടി UDF അധികാരത്തിൽ എത്തുമെന്ന നിറഞ്ഞ ചിരിയോടെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.